അനന്തുവേ അത്യാവശ്യം പിശുക്കുള്ള കൂട്ടത്തിലാ. അവൻ നിങ്ങളെയും കൂട്ടി ഏതു നേരവും പുറത്തുപോയി ഭക്ഷണം കഴിക്കില്ല. അതൊക്കെ എന്തിനാ അമ്മായി അറിയുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ ഒരു നേരത്തെ കാര്യവും ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാനും കാർത്തും കൂടിയായിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലാത്തവര് നീ പറഞ്ഞതുപോലെ ഒന്നുകിൽ പുറത്തുപോയി കഴിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. നമ്മളെ എല്ലാവരും കൂടി ചവിട്ടി താഴ്ത്തുവാണല്ലോ ചേച്ചി. എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. അച്ഛനും അമ്മയില്ലാത്ത ആ കരിന്തേള്. ഇപ്പൊ അമ്മയുടെ സ്ഥാനം നമ്മുടെ അമ്മ ഏറ്റെടുത്തേക്കുവാ. അവിടെ അടുത്തോട്ട് വരുമ്പോ മോളെ പോലെ തോന്നുന്നെന്ന്. അവരുടെ ഒരു മോള്. നീ എന്താടാ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേ? ഇതിനകത്തെ മായൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടൊന്നല്ല. ഒന്നും പറയണ്ട, എല്ലാവർക്കും സംശയം. ദേ എന്റെ ശരത്തേട്ടനുൾപ്പെടെ. ഞാനീ കാണിക്കുന്ന സ്നേഹം അഭിനയാണോന്ന്, ചിരിച്ചോണ്ട് കഴുത്തറുക്കാണോന്ന്. അങ്ങനെ ചിന്തിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. എന്റെ അപ്പച്ചി കുറച്ചു ദിവസം ഞാൻ ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പച്ചി ഇടഞ്ഞു നിന്നോണ്ട് ഈ അടുത്തൊന്നും ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലായിടത്തൊന്നും രുചിച്ചു നോക്കിയതാ. അതിനെ തെറ്റായിട്ടൊന്നും കാണണ്ട. ഈ അപ്പച്ചി നല്ല അപ്പച്ചിയാണെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? ഉള്ളത് പറയാമല്ലോ, എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. എനിക്കത് അറിയാം ശരത്തേട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ദേ ഇവൻ എല്ലായിടത്തും രുചിച്ചു നോക്കി, ഇനി കഴിച്ചോ. അയ്യോ, ഞാൻ സംശയിച്ചിട്ടൊന്നുമില്ല. സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല മോളെ. കുറെ നാളത്തേക്ക് അതൊക്കെ കാണും, പിന്നെ എല്ലാം മാറും. അതുപോലെയാണല്ലോ എന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചത്. എല്ലാം ഓരോരോ സമയത്ത് തോന്നുന്ന മട്ട. നമ്മൾ പലപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അത് മനുഷ്യന്റെ ഒരു പോരായ്മയാ. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നോക്കില്ല. അതാ പറ്റിപ്പോയ തെറ്റ്. ഇനി അതെല്ലാം തിരുത്താനുള്ള ശ്രമ. മോള് കഴിക്ക. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. നിങ്ങൾ പാചകത്തിൽ സമർത്ഥരാണെന്നറിയാം, കാർത്തും ഏടത്തിയൊക്കെ. അതുകൊണ്ട് ഞാൻ പുതിയ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നെ. നന്നായിട്ടുണ്ട്. മാള് പോയത് ഏടത്തെ കാണാനായിരിക്കും. അത് പറയണോ? ഞാൻ കാർത്തൂനെ വിളിപ്പിച്ച എന്റെ ദേഷ്യത്തിലായിരിക്കും രണ്ടാളും. എന്തു പറഞ്ഞാലും മോളൊന്നും മിണ്ടണ്ട. കുറെ കഴിയുമ്പോ എല്ലാം അവസാനിപ്പിച്ചോളും. പിന്നെ ഒരു കടം ബാക്കിയുണ്ട്. പവിത്രയും മോളും കൂടി അന്ന് വിരുന്നിന് വന്നപ്പോ ഭക്ഷണത്തിന്റെ മുന്നിന്നാ ഞാൻ അവരിറക്കി വിട്ടത്. അതൊരു വിഷമായിട്ട് നിൽക്കുക. അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് വിരുന്നിന് വിളിക്കണം. നാളെ എങ്കിൽ നാളെ. ഇപ്പൊ കണ്ണനും ഉണ്ടല്ലോ, അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിനെപ്പറ്റി ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പച്ചി. ഇന്ന് തന്നെ വിളിക്കാം. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കണ്ണേട്ടനുമായിട്ട് അപ്പച്ചിക്ക് എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. നേരി കണ്ടപ്പോഴാ ആളെ മനസ്സിലായത്. എത്രയും പെട്ടെന്ന് മാളുവിന്റെ കല്യാണം നടത്തണം. അവളുടെ മനസ്സിലെ കരുണയെ കുത്തി നിറച്ചത് താൻ തന്നെയാ. അതിൽ നിന്ന് അവളെ മാറ്റിയെടുക്കണം.
അവളുടെ വിവാഹം കൂടി കഴിഞ്ഞാൽ ഒരു പരിധിവരെ വീടിനകത്ത് സമാധാനം ഉണ്ടാവും. ഞാനിപ്പോ എന്തു പറഞ്ഞാലും അവരാരും കേൾക്കില്ല. ശരത്തേട്ട് തന്നെ സംസാരിക്കണം. നല്ല ബന്ധം എന്തെങ്കിലും വന്നാ അത് നടത്തേം വേണം. ഉം. നാളെ അതിരാവിലെ എനിക്ക് നാഗക്ഷേത്രം വരെ ഒന്ന് പോയേക്കൊള്ളാന്നുണ്ട്. ആ ക്ഷേത്രമാണ് എല്ലാത്തിനും നിമിത്തമായത്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതിനെന്താ, രാവിലെ തന്നെ പോവാം. താൻ റെഡി ആയിക്കോ. അന്ന് കാട്ടിലുപേക്ഷിച്ച ആ കുട്ടി കാർത്തു തന്നെയായിരിക്കോ? താങ്കളെടുത്ത് പവിത്രേ. അതെ, ഒരുപാടങ്ങ് വളർന്നുപോയി അച്ഛന്റെ മോള്. നീ താഴെ ഇറങ്ങ്. അച്ഛൻ വന്നേ പിന്നെ മോക്ക് നടക്കാനൊക്കെ മടിയാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ നീയാണല്ലോ ശകുനം. മൂന്നാളും കൂടെ എങ്ങോട്ടാ? ഞങ്ങളൊരു വിരുന്നിന് പോവാ, പാലക്കൽ തറവാട്ടിൽ. കാര്യങ്ങൾ അവിടെ വരെ എത്തിയോ? ആ, കാർത്തൂനെ കൂട്ടിക്കൊണ്ടുപോയത് അരുണിന്റെ അപ്പച്ചിയല്ലേ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ ഒരു തടസ്സമില്ല. അരുണും കാർത്തും വിളിച്ചു പറഞ്ഞു ഇന്നൊരു സദ്യ ഒരുക്കുന്നുണ്ട്, ചെല്ലണമെന്ന്. അപ്പച്ചിക്കായിരുന്നു അതിന് നിർബന്ധമെന്ന് പറഞ്ഞു. ഇതൊരു വല്ലാത്ത മാറ്റമാണല്ലോ കണ്ണേട്ടാ. അല്ല, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ചതി കാണോ കണ്ണേട്ടാ? ആ, അതേ സംശയം എനിക്കും ഉണ്ട്. ആ സംശയത്തിനുള്ള മറുപടി ഞാൻ തന്നതല്ലേ. ഇനി അപ്പച്ചി ചതിക്കില്ല. അവരുടെ മക്കളെ മാത്രം പേടിച്ചാൽ മതി. അപ്പച്ചി അടങ്ങിയെങ്കിൽ പിന്നെ മക്കളൊക്കെ ഒരു പ്രശ്നമാണോ കണ്ണേട്ടാ? അരുണിന്റെ അപ്പച്ചിയുടെ മാറ്റം നിങ്ങളെല്ലാരും അത്ഭുതപ്പെടുത്തി അല്ലേ? എന്നാൽ അതിന്റെ 100 ഇരട്ടി സംശയിക്കുന്നുണ്ടാവും ഇപ്പൊ അവരുടെ മക്കള്. അവരുടെ അമ്മയുടെ പുതിയ സ്വഭാവം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നലെ വരെ കാർത്തൂനെ കൊല്ലാനായി നടന്ന അവരുടെ അമ്മ ഇന്ന് അവളെ അടക്കി പിടിക്കുക. പിന്നെ അവർക്ക് സഹിക്കുവോ? അരുണിന്റെ ഏട്ടത്തിക്കും അനിയത്തിക്കും. അപ്പച്ചെ മാത്രം അരുൺ സാറിന് ഭയം. ഈ ഏട്ടത്തിയമ്മയൊന്നും സാറ് വകവച്ചു കൊടുക്കില്ല. എല്ലാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോണെന്നേ എനിക്കുള്ളൂ. ഏട്ടത്തിയും അനിയത്തിയൊക്കെ കാർത്തൂനെ സ്നേഹിച്ചാൽ അവർക്കും ഉള്ള. അല്ലെങ്കിൽ ഇപ്പോ അപ്പച്ചി ഭയന്ന് ജീവിക്കുന്ന പോലെ അവർക്കും ജീവിക്കേണ്ടി വരും. അതിനുള്ള അവസരം ദൈവങ്ങൾ ഒരുക്കും. അല്ല, ഈ അപ്പച്ചി എന്തിനാ കണ്ണേട്ട ഭയക്കുന്നത്? ഓ, അബദ്ധവശ നാവീന്ന് വീണു പോയതാ. ഇനി അതിൽ കയറി തൂങ്ങണ്ട. എന്തൊക്കെയോ മനസ്സിനകത്ത് മൂടി വെച്ചോണ്ട് നടക്കുവാ ദീപ. ഞാൻ ചോദിച്ചിട്ട് കൂടി പറയുന്നില്ല. എന്തായാലും കണ്ണേട്ടനിട്ട ബോംബ് ഒടുക്കത്തെ ബോംബാ. അല്ലെങ്കിൽ അവർ ഈ രീതി ഒന്നും മുട്ടുമടക്കാൻ പോകുന്നില്ല. ഞാനും മോളും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാ അതിനു മുമ്പ് ഇന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടത്. അങ്ങനെ ഒരാള് ഇപ്പൊ വിരുന്നിന് വിളിക്കാൻ പറഞ്ഞെന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം നീ വിശ്വസിക്കണ്ട. എടി, ഇനി അവരുടെ വീട്ടിലേക്ക് നമ്മളെ വിളിക്കും, നല്ല ഭക്ഷണവും തരും. അവരിനി നമ്മുടെ ശത്രുവല്ല പവിത്രേ. നമ്മളോട് ഇനി അവർക്ക് വാശിയും വൈരാഗ്യം ഒന്നുമില്ല. കാർത്തൂനെ ഇനി അവരൊരു മോളെ പോലെ സ്നേഹിച്ചോളും. അയ്യോ, 10-15 മിനിറ്റുള്ളൊരു ബസ് ഉണ്ട്. എന്നാ ഞങ്ങൾ കൂട്ടറാ. കണ്ണേട്ടാ, അവിടെ വരെ ഒന്നും മോളെ നടത്തണ്ട. ഞാൻ മോളെ കൊണ്ട് ബൈക്കില് ജംഗ്ഷനിലെത്തിക്കാം. നിങ്ങൾ അങ്ങോട്ട് പോരെ. മോളെ ശരി മോളെ. ടാറ്റ. അതിനടച്ചോ. ദീപിനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ അവൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. എങ്ങ വിജയുടെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. നമ്മളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടാ അവൻ ഉണ്ണിയെ ചതിച്ചോണ്ടിരിക്കുന്നേ. എങ്കിലും അവൻ അതുകൂടി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഒന്നും വേണ്ടായിരുന്നു. നീ വേണ്ട. പിന്നെ വീടിന് ആവശ്യം കാർത്തൂനിയാ. അതിന്റെ കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. പവിത്രയ്ക്കും അതറിയായിരിക്കുമല്ലോ. മഞ്ജുവിനെ ആകെയുള്ള കഴിവായി ഇപ്പൊ കണ്ടത്. ആരോട് വേണമെങ്കിലും വഴക്കിടും. അതിനൊരു കുറവുമില്ല. അരുണിന്റെ അപ്പച്ചി മാറിയതുപോലെ
മഞ്ജു മാറിക്കൂടാന്നുണ്ടോ? മാറിയാലേ അവക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാമോ? കാർത്തൂനെ വിളിച്ചോണ്ട് അരുൺ ഇവിടുന്ന് പോവും. അവർക്കൊപ്പം ഞാനും പോയി താമസിക്കും. അങ്ങനെയെങ്കിൽ അവൾ അടുക്കളപ്പണി പഠിക്കട്ടെ. ഇവിടെ ഇപ്പോഴേ ഭക്ഷണത്തിന്റെ സമയത്ത് കഴിക്കാൻ മാത്രം വന്നിരുന്നാ മതി. ഇപ്പൊ അതിനും പ്രയാസപ്പെട്ടാ വന്നിരിക്കുന്നേ. കാർത്തു അടുക്കള കയറുന്നോണ്ട്. സാരില്ലാരുണ്ടമ്മേ. മോക്ക് പാചകം ചെയ്യുന്ന കാര്യത്തില് പരാതിയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടെല്ലാം വെക്കുകയും ചെയ്യും. പിന്നെ ആർക്കായാലും ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുമ്പോ അത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയണമെന്നുണ്ടാവുമല്ലോ. അത്രേ ഉള്ളു മോൾക്കും. എല്ലാ ജോലിയും കഴിഞ്ഞ് പരാതി പാടില്ല, വഴക്കും. ഇവിടെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ പറഞ്ഞത് തന്നെ നടക്കൂ. അവസാനം മനസ്സുമടുത്ത് അരുൺ കാർത്തൂനെയും കൊണ്ട് പോവും. അല്ലെങ്കിലേ ഏട്ടനെയും അനിയനെയും തമ്മി തല്ലിക്കും എന്റെ മൂത്ത മരുമോള്. ഡ്രസ് അടുക്കി വെക്കാതെ എല്ലാം എടുത്ത് അണിഞ്ഞോണ്ട് പോയിക്കോ. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഉടുത്തോണ്ട് പോ. അവിടെ വിരുന്നുകാരെത്തി, അവരെ ഊട്ടണ്ടേ? അവിടെ അവർക്ക് വെച്ച് വിളമ്പാൻ ആൾക്കാരുണ്ട്. കാർത്തൂന് നന്നായിട്ട് അടുക്കളപ്പണി അറിയാം, നിന്നെ പോലെയല്ല. എന്നാ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. അങ്ങനെയെങ്കിലേ നീ മഞ്ജുവിന്റെ അടുത്തേക്ക് പോയിക്കോ. ഏട്ടത്തെയും കാർത്തൂനെയും ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. അപ്പോഴേ നിനക്ക് മറ്റുള്ളവർ വച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വില അറിയൂ. അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? അത് നിന്നോട് പറയേണ്ട കാര്യം എന്താ? അല്ല, അവരെ വിരുന്നൂട്ടണമെന്ന് വിളിച്ചു പറഞ്ഞത് അമ്മയാണല്ലോ. പിന്നെന്തിനാ പോവാണ്ടിരിക്കുന്നെ? മാളു, നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. ഞങ്ങളെ തള്ളിയിട്ട് അവളെ കൊള്ളാനും മാത്രം എന്ത് മറിമായോ ഇവിടെ സംഭവിച്ചത്? അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീയൊക്കെ ഒരു പേരിന് മാത്രം പൂജാമുറി കയറുന്ന കൂട്ടത്തിലാ. അമ്പലത്തിൽ പോകുന്നത് അതുപോലെ തന്നെയാ. എന്നാ അതുപോലെയല്ല കാർത്തു. കുഞ്ഞുനാൾ മുതൽ അവൾ ശീലിച്ചു പോന്നതൊന്നും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല. അവൾക്ക് ദൈവാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അടുത്തറിഞ്ഞതാ. അതുകൊണ്ട് തന്നെയാ അവളെ തിരിച്ചു വിളിക്കണമെന്ന് തോന്നിയത്. നോക്കിക്കോ, ഞാനും ചേച്ചിയും കൂടെ ഒരു ദിവസം അവളെ കൊല്ലും. എങ്കിൽ നിന്നെയൊക്കെ ഞാനും കൊല്ലും. അവൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളെ കൊല്ലുമല്ലേ? ചിലപ്പോ കൊന്നിരിക്കും. കടക്കടി പുറത്ത്. വിവാഹത്തിനുള്ള സ്വർണ്ണവും ഡ്രസ്സും ഒക്കെ റെഡിയാ. നല്ലൊരു ബന്ധം വരുമ്പോ മറ്റൊരു വീട്ടിലേക്ക് പോവാൻ തയ്യാറായിരുന്നോണം. എന്നെ കൊന്നാലും ശരി, ഞാൻ അണിഞ്ഞൊരുങ്ങി കല്യാണ പെണ്ണായി നിക്കില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് വേണ്ടാത്ത ആഗ്രഹങ്ങളൊക്കെ തന്നിട്ട് ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുന്നോ? കാർത്തൂനെ അരുൺ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാ. അവരിനി മരണത്തിനല്ലാതെ വേർപിരിക്കാനും കഴിയില്ല. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ നിന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാത്തത്. എത്ര പെട്ടെന്നാ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നത്. എന്നാ കേട്ടോ, എന്റെ അമ്മയെ പോലും സ്വാധീനിച്ചവളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. അവളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ഞങ്ങൾ ദ്രോഹിച്ചിരിക്കും. ഒന്നുകൂടെ പോയി ഏട്ടനെ ഏട്ടത്തിയമ്മയും വിളിക്കാറുണേ. ഒരു പ്രയോജനവും ഇല്ല, അവര് വരില്ല. കാർത്തൂന്റെ കൂടെ പോലും ഇരിക്കാറില്ല. മോള് വിളമ്പിയത് മതി, ഇരിക്കേ. ഞാൻ പിന്നിരുന്നോളാം അമ്മേ. ഇരിക്കടോ. ഏട്ടനും ഏട്ടത്തെയും വന്ന് തനിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനാ. ശരിയാ, ഇരിക്കും മോളെ. വെറുതെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മഞ്ജു. നിനക്ക് പാചകം അറിയാത്തടത്തോളം കാലം ഇവിടെ അമ്മയും അവളും വെക്കുന്നത് നിനക്ക് കഴിക്കേണ്ടി വരും. നമുക്കൊരു ജോലിക്കാരി വെച്ചാലോ? പാചകം അറിയാവുന്ന ഒരുത്തി. അതിന് അപ്പച്ചി സമ്മതിക്കില്ല. എന്തിനാ അവരുടെ സമ്മതം ചോദിക്കുന്നേ? അത് ഓ, എന്റെ ഭർത്താവ് പിശുക്കനാണെന്ന് ഞാൻ ഓർത്തില്ല. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് എംപ്ലോയീസിനെക്കാളും ഡിമാൻഡാണ് വീട്ടു ജോലിക്കാർക്ക്. പ്രത്യേകിച്ച് കുക്കിനൊക്കെ 10,000 രൂപ കൊടുക്കണം.
എനിക്ക് അത്യാവശ്യം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ പലിശ എടുത്ത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ കളയാനുള്ളതാണോ ആ പണം? പാർട്ടീഷൻ കഴിയുമ്പോ എന്തായാലും ഈ വീട് അരുണിനായിരിക്കും അമ്മ കൊടുക്കുന്നത്. ഭൂമി കൂടുതൽ നമുക്ക് കിട്ടും. അവിടെ ഒരു വീട് വെക്കണ്ടേ? ഇപ്പൊ ലോൺ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ലോൺ എടുത്ത് അത് അടക്കണ്ടേ മഞ്ജു? അവളാ ഭാഗ്യവതി. ഒന്നുമില്ലാതെ കയറി വന്നവളാ. അരുണ് കൈവെള്ളയിലെ ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. നിന്നെ അങ്ങനെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നിനക്ക് അവളെക്കാൾ വെയിറ്റ് കൂടുതലല്ലേ? തമാശ പറയല്ലേ? അവിടെ ഇരുന്ന് എല്ലാവരും മൂക്കുമുട്ട കഴിക്കുന്നതിന്റെ ദേഷ്യത്തിലാ ഞാൻ. ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോണം. നിങ്ങൾ കുറച്ച് ബോൾഡ് ആവാത്തതാ എല്ലാത്തിനും കാരണം. നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അപ്പച്ചിയുടെ കാര്യം നോക്ക്. അവളുടെ ചേട്ടൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയതാ. എന്നിട്ട് അപ്പച്ചി തന്നെയല്ലേ തിരിച്ചു വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ അപ്പച്ചി പോയില്ലായിരുന്നെങ്കിൽ അവള് വരത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ അമ്മയെ ഇടിച്ച് പിടിയാനുള്ള ദേഷ്യമുണ്ട്. നോക്കിക്കോ, അവൾ എന്റെ അമ്മയെ അമ്മായിയും ഒക്കെ സോപ്പിട്ട് ഉള്ള സ്വത്ത് ഒക്കെ കൈക്കലാക്കും. അവസാനം നമുക്ക് നക്കാപ്പിച്ചയും കിട്ടും. അങ്ങനെ വന്നാ ഞാൻ വിട്ടുകൊടുക്കത്തില്ല മോളെ. നിന്നെ പോലൊരു ഭാര്യ ആയതുകൊണ്ട് എനിക്ക് ചെലവ് കൂടുതലാ. അവന് പ്രത്യേകിച്ച് ഭീമമായ ചെലവൊന്നുമില്ല. അതുകൊണ്ട് അമ്മയുടെ ബാങ്കിലുള്ള പണവും സ്വർണവും എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണം. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. പക്ഷേ നിന്നെ പോലെ ഞാൻ എടുത്തിയാടിയൊന്നും ചെയ്യില്ല. നമുക്ക് കാത്തിരിക്കാൻ മഞ്ജു. എന്തെങ്കിലും ഒരു മാർഗം ഒത്തുവരും. പിന്നെ ഒത്തുവരുന്നു. അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും താലോലിച്ച് അവര് സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയും. അവളുടെ ബന്ധുക്കളൊക്കെ ഇപ്പൊ വന്നതുപോലെ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ വരികയും ചെയ്യും. നമ്മൾ അതൊക്കെ കണ്ട് തൃപ്തിപ്പെടണം. ഇനി സംഭവിക്കാൻ പോകുന്നു അതൊക്കെയാ. അവളെ എങ്ങനെ ഇവിടുന്ന് ചാടിക്കാന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ വിചാരിച്ച അതിന് സാധിക്കൂ. അരുണിന് കാർത്തു എന്ന് പറഞ്ഞ ജീവനാ. പിന്നെ അവരെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് ഏതെങ്കിലും ജോത്സ്യനോ മന്ത്രവാദിയോ കണ്ടാലോ? ഒരു ജോത്സ്യനെ കാണാൻ പോയതിന്റെ അനുഭവം അറിയാലോ. അവസാനം പാമ്പ് കൊത്തിയതേ അപ്പച്ചിയാ. പാമ്പിന് പോലും അവളെ വേണ്ട. അമ്മയുടെ ജോലിഭാരം ഇനിയെങ്കിലും കുറയണ്ടേ? പോകുന്നിടത്തേക്ക് അമ്മയെ കൂടി കൂട്ടാലോ. അതൊക്കെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാർത്തൂനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വിട്ടത് കുടുംബത്തിലുള്ളവർ തമ്മിൽ തെറ്റിപ്പിരിയാനല്ല. അതൊരു വേദന തന്നെയാ. നമ്മൾ ആരും ഒരു തെറ്റും ചെയ്യുന്നില്ലോ കണ്ണേട്ടാ. പക്ഷെ സാഹചര്യം മനസ്സിലാക്കി മറ്റുള്ളവർ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങിയാലോ? വൈകിട്ടത്തെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞങ്ങള് കാരണം ഇവിടെ ചിലർ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് പോവാ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇനി എപ്പോഴാ വരുന്നേ? ഇടയ്ക്കൊക്കെ വരണമെന്നുണ്ട് മോളെ. പിന്നെ ഞങ്ങൾ വരുന്നത് ഇവിടെ ചിലർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കാണാൻ തോന്നുമ്പോ അങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. എത്ര ദിവസമായി കണ്ടിട്ട്? ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ? ഇടി കണ്ണേട്ടം വന്നതിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച. രാവിലെ പറമ്പിൽ കൃഷി, പിന്നെ തട്ടുകട. ഒരു 4-5 മണിയാവുമ്പോ വലയെറിയാൻ പോകും. കണ്ണേട്ടം വലയെറിഞ്ഞാലേ നല്ല വിളഞ്ഞ മീൻ കയറുന്ന കാര്യം ഉറപ്പാ. അങ്ങേരെ പുകഴ്ത്താനല്ല ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. എന്നാലും ഉള്ള കാര്യം പറഞ്ഞല്ലോ. ആഹാ, കുഞ്ഞ് വളർന്നു തുടങ്ങിയില്ലേ? അതിന്റെ ലക്ഷണമൊക്കെ കാണിക്കുന്നുണ്ട്. ചെറിയ ചലനവും ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ദീപേട്ടനെ കാണുമെന്ന് തോന്നും. അല്ല, ഈ വയറ്റില് ചെവി വെച്ച് ഉണ്ണി കുഞ്ഞിന്റെ ചലനം അറിയുന്നില്ലേ? അയാൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? ആ സമയത്ത് എന്റെ കുഞ്ഞിന്റെ അച്ഛനാ അരികിൽ വേണ്ടത്. ഇനിയിപ്പൊ അധികം ചുറ്റലൊന്നും വേണ്ട. അത് കുഞ്ഞിന് കേടാ. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കാത്തത്. അപ്പോ കുഞ്ഞിനെ കുറിച്ച് ബോധമുണ്ടല്ലേ? നമ്മളൊക്കെ തെറ്റ് ചെയ്താലും കുഞ്ഞുങ്ങളൊന്നും പഴിച്ചില്ലല്ലോ. പിന്നെ അവരോട് വൈരാഗ്യം കാണിക്കേണ്ട കാര്യം എന്താ? പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആ കുഞ്ഞ് ജനിക്കണം. എന്റെ കുഞ്ഞല്ല, ഉണ്ണിയുടെ കുഞ്ഞ്. നിനക്കെന്ത് ദേഷ്യം തോന്നിയാലും ആ കുഞ്ഞ് അച്ഛ എന്ന് വിളിക്കുന്നത് അവനെ. നിന്റെ കുഞ്ഞിനെ ഉണ്ണി സ്വന്തം കുഞ്ഞായിട്ടേ കാണുള്ളൂ. നിന്റെ കുഞ്ഞെന്ന് പറയാതെ നമ്മുടെ കുഞ്ഞെന്ന് പറ ദീപേട്ടാ. എടീ, നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയാവാന്നുള്ളത്. അത് നടന്നും കഴിഞ്ഞു. ഇനിയിപ്പോ ഓരോരോ അവകാശങ്ങൾ ഉന്നയിക്കും. ഏത് കോടതി പോയാലും കുഞ്ഞ് ദീപേട്ടന്റെ തന്നെയാ. ആ അവകാശം ദീപേട്ടന് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ ഉടമ്പടിയൊക്കെ മനസ്സിൽ വേണം. അത് സമയത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് മാറ്റി പറയാനുള്ളതല്ല. എനിക്ക് മടുത്തു ദീപേട്ട ഇവിടുത്തെ ജീവിതം. എടീ, ഒന്നിച്ച് താമസിക്കുമ്പോ നീ എന്നെ മടുക്കും.
എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ദീപേട്ടനാ. ഞാനെന്തിനാ ദീപേട്ടനും എടുക്കുന്നത്? ഇവിടെ കുഞ്ഞിന്റെ അച്ഛന്മാരെ എല്ലാ സ്ത്രീകളും സ്നേഹിക്കുന്നുണ്ടോ? പൂവിട്ട് പൂജിക്കുവാണോ? എടീ, ഇന്നത്തെ കാലത്ത് കള്ളത്തരം ഇല്ലാത്ത ബന്ധങ്ങൾ കുറവാ. ആണും പെണ്ണും തരം കിട്ടിയാലേ അല്പസ്വല്പം ചതിയും വഞ്ചനയൊന്നും കാണിക്കാൻ മടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ കണ്ണേട്ടനെയും പവിത്രേട്ടത്തെയും പോലെ ചിലരുണ്ട്. അവരൊക്കെയാ സത്യം പറഞ്ഞാ ജീവിക്കുന്നത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പറയൂ. സത്യം പറയുന്നത് അല്ലേലും നിനക്ക് ഇഷ്ടമല്ലല്ലോ. എന്ന് വെച്ച് നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുമെന്ന് നീ കരുതണ്ട. നമുക്കേ ആ പുഴക്കരയിൽ പോയെന്നിരുന്നാലോ? ഞാൻ എപ്പ വന്നാലും അവക്ക് പുഴക്കരെ പോയിരിക്കണം. എടീ, അവിടെ ഇഷ്ടം പോലെ അണലിയുള്ള സ്ഥലാ, അത് ഓർമ്മ വേണം. ഒരണലി മോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വിഷമില്ലാത്ത അണലി. അത് നീ പറഞ്ഞത് സത്യം. പക്ഷെ വിഷമില്ലാന്ന് നീ പറയരുത്. ഉഗ്ര വിഷമുള്ളൊരു പാമ്പാ നിന്റെ ഭർത്താവ്. അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് സ്വന്തം ഏട്ടനാ. എടാ എണീറ്റ്, എണീക്ക്, എണീക്ക് ഇങ്ങോട്ട്. വിജിത എവിടെടാ? നോക്കണ്ട, അവളീ മുറിയിലില്ല. കാണണമെങ്കിലേ നീ പുറത്തു പോയി നോക്ക്. ഒരുത്തനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ഈ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത്. അമ്മയ്ക്ക് വരെ പണിയൊന്നുമില്ലേ? എടാ, മുൻവശത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ഉണർന്നു. നീ തൃശൂർ പൂരത്തിന്റെ കമ്പം കേട്ടാലും ഉണരത്തില്ലല്ലോ. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. ഡാ, നീ ഉറങ്ങുവാണോ അതോ ഉറക്കം നടിക്കുവാണോ? സത്യം പറയടാ. അവളെ മടുത്തിട്ട് അവള് വേറൊരുത്തന്റെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് കരുതി നീ ഉറക്കം നടിച്ചു കിടക്കുമല്ലേ? അമ്മ വെറുതെ അനാവശ്യം വരാതെ പോയേ. എടാ, അവള് പുറത്തുനിന്ന് സംസാരിക്കും ആ ദീപനോട്. നീ ചെന്ന് നോക്കിയേ. പാതിരാത്രി വന്ന് കള്ളം പറയുന്ന കേട്ടോ. അവൻ പോയോടി? ആര്? എന്റെ ഉണ്ണിയേട്ടാ, ഞാൻ താഴെ വെള്ളം കുടിക്കാൻ പോയതാ. വെള്ളമല്ലടി മേശപ്പുറത്തിരിക്കുന്ന. പിന്നെ എന്തിനാ വെള്ളം കുടിക്കാൻ പോയത്? ഇതിനകത്താണോ വെള്ളം? നീ കുടിച്ചു തീർത്ത് കാണും, അല്ലെങ്കിൽ കുളിമുറി കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു കാണും. കള്ളത്തരം പിടിക്കപ്പെട്ട പിടിച്ചു നിൽക്കണമല്ലോ. ഞാൻ ഇതിനൊക്കെ എന്ന് മറുപടി ഉണ്ണിയേട്ടാ പറയേണ്ടത്? അമ്മ പോയേ. എടാ മോനെ, ഞാൻ പറയുന്നത് പോകാനല്ലേ പറഞ്ഞു. ഞാൻ ഇനി അവരെ എന്ത് ചെയ്യണം ഉണ്ണിയേട്ടാ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. വീട്ടിൽ നിന്ന് അടിച്ചു കളയാണെങ്കിൽ അതിനെയും ഞാൻ എതിർക്കില്ല. നമ്മളെ തമ്മിൽ തെറ്റിക്കുന്ന ഒരു അമ്മ ഇവിടെ വേണ്ടാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. എന്നാലും ഇങ്ങനെ കള്ളം പറയോ? ഇരുട്ടത്ത് ഉറങ്ങാതെ നടക്കുക നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ. അവരെത്ര വിചാരിച്ചാലും അവരുടെ ആഗ്രഹം നടക്കില്ല മോളെ. നീ കിടക്കാൻ നോക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയേട്ടൻ എന്നോട് കാട്ടുന്ന ഈ സ്നേഹവും എന്നെ വിശ്വസിക്കുന്നതും എന്റെ ബലം. നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ കുറച്ച് തിരിച്ചടി ഉണ്ടായി. അത് നിന്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെ ഞാൻ എന്തിനാ നിന്നെ അവിശ്വസിക്കുന്നത്? എന്റെ മരണം വരെ നീ എനിക്കൊപ്പം കാണും. നീ ഇതൊന്നും കേട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. അത് നമ്മുടെ കുഞ്ഞിനെ ദോഷമായി ബാധിക്കും. ദൈവത്തിന് എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കിടത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര ആശ്വാസമായേനെ.